മാർച്ച് 4-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിലാദ്യത്തേത് ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ഒബേസിറ്റിയെക്കുറിച്ചും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എക്കണോമിക് ലോസുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒബേസിറ്റിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ വിഷയം, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ അധിക ഭാരം അല്ലെങ്കിൽ ഓവർ വെയിറ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒബേസിറ്റി പൊണ്ണത്തടി എന്ന് പറയുന്നതും ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 20 വർഷമായിട്ട് ലാസ്റ്റ് 2 decades ആയിട്ട് ഇന്ത്യയിൽ ഇത് വളരെ വർദ്ധിച്ചു വന്ന് 4-1 അഡൾട്ടുകൾക്ക് 4-1 ഈ ഒരു അസുഖം ഉണ്ട് എന്നുള്ളതുമാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നതായിട്ടുള്ളത്. അതിൽ തന്നെ ചൈൽഡ്ഹുഡ് ഒബേസിറ്റി എന്ന് പറയുന്നത്, അതായത് ചെറിയ കുട്ടികളിൽ ഉണ്ടാവുന്ന പൊണ്ണത്തടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആ ഒരു വർധനവ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ സ്റ്റീപ്പസ്റ്റ് ഇൻക്രീസ് എന്ന് വെച്ചാൽ ഒരു ഗ്രാഫ് വരച്ചാൽ കുത്തനെ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ്, വളരെ പെട്ടെന്നുള്ള ഒരു റൈസ് ഉണ്ടാവുന്നു എന്നുമാണ് പറയുന്നതായിട്ടുള്ളത്. ഇത് കൂടാതെ ഒബേസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് നോക്കുവാണെങ്കിൽ ഡയബറ്റീസ് ആയിക്കോട്ടെ, ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന അസുഖങ്ങൾ, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് കെയർ കോസ്റ്റ്, അതായത് ഇതിനെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് വർദ്ധിച്ചു വരികയും അതേസമയത്ത് ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി കുറയുകയും ചെയ്യുന്നു എന്നാണ് വാർത്തകൾ കാണിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഒബേസിറ്റി എന്ന് പറയുന്നത് സാധാരണ ഒരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ട് കാണുന്നത്. പക്ഷെ ഓർത്ത് വെക്കുക, ഇതൊരു ഗ്രോയിങ് പബ്ലിക് ഹെൽത്ത് ചാലഞ്ച് ആണ്. പ്രത്യേകിച്ചും വളരെ മോശം ഡയറ്റ്, കഴിക്കുന്ന ഭക്ഷണം അത്ര ഗുണമേന്മയില്ലാത്തത്, അർബനൈസേഷന്റെ ഭാഗമായിട്ടുള്ള അതുപോലെ തന്നെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുകൾ, ഇതൊക്കെയാണ് ഈ ഒരു ഒബേസിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ ഭൂരിഭാഗം ആൾക്കാർക്കും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് അഫോർഡബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവർ ഹൈ ഫാറ്റുള്ള ഹൈ ഷുഗർ ഫുഡ് കൺസ്യൂം ചെയ്യുന്ന സാഹചര്യമാണ്. ഇതിന്റെ ഭാഗമായിട്ട് എക്കണോമിക് ബേർഡൻ ഉണ്ടാവുന്നു, അത് ഒബേസിറ്റിക്ക് കാരണമാകുന്നു എന്നുമാണ് പറയുന്നത്. ഈ ഒരു ഒബേസിറ്റി വീണ്ടും നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ബേർഡൻ ആയിട്ട് മാറുന്നത്, അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ GDP-യെയും മറ്റുമൊക്കെ ബാധിക്കുകയും ചെയ്യും എന്നാണ് ഓഥർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള പോളിസി അതുപോലെ തന്നെ ഇന്റർവെൻഷൻസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പബ്ലിക് അവയർനെസ് ഉണ്ടാക്കുക, പൊതുജനങ്ങളുടെ മേലെ കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ക്യാമ്പയിൻസ് കൊണ്ടുവരിക. കാരണം ഈ ഒബേസിറ്റി അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങൾ, അതിന്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യമുണ്ടാക്കുക. നേരത്തെ ഖേലോ ഇന്ത്യ, ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങിയിട്ടുള്ള പല ഇനീഷ്യേറ്റീവ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഫിസിക്കൽ ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യാനും ഹെൽത്തി ഈറ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. സിമിലർലി കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ലെസ് ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് ഓഥർ പറയുന്നത്. രണ്ടാമത് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ മേലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അർബൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സിലെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. പാർക്കുകൾ, ബൈസൈക്കിൾ ലൈൻസുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് അൺഹെൽത്തി ഫുഡുകളുടെ മേലെ ടാക്സ് കൂടുതൽ ചുമത്തുക എന്നുള്ളതാണ്. കൂടുതൽ ടാക്സ് അൺഹെൽത്തി ഫുഡിന്റെ മേലെ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അത് കോസ്റ്റ്ലി ആയി മാറും, ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത് കുറയും എന്ന് കാണാൻ വേണ്ടി വരും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ ആൾക്കാർ നടത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ചും പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് അതുപോലെ തന്നെ വേസ്റ്റ് മെഷർമെന്റ് ഉണ്ട്, കൃത്യമായിട്ട് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് വർക്ക് പ്ലേസിലും സ്കൂളുകളിലൊക്കെ എൻഗേജ്മെന്റ് ചെയ്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അവയർനെസ്സുകളൊക്കെ നടത്തിക്കൊണ്ട് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഓഥർ സജസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. മറ്റൊന്ന് കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ആണ്. വ്യത്യസ്ത മിനിസ്ട്രീസ്, ഹെൽത്ത് മിനിസ്ട്രി ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ മിനിസ്ട്രി ആയിക്കോട്ടെ, അർബൻ പ്ലാനിംഗ് മിനിസ്ട്രി ആയിക്കോട്ടെ, ഇവരെല്ലാവരും കമ്പൈൻ ചെയ്തുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് ഒബേസിറ്റിയെ പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഫേർട്ടുകൾ എടുക്കണം എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു മേഖലയിൽ കുറെ കൂടി റിസർച്ചുകൾ നടത്തണം. ഒബേസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ കളക്ഷൻ ഒക്കെ വെച്ചുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകളെ ട്രെയിൻ ചെയ്തുകൊണ്ട് അവരെ ഈ ഒരു അസുഖങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ക്യാപ്പബിൾ ആക്കി മാറ്റുക എന്നതാണ്. മറ്റൊന്നാണ് ഫുഡ് ഇൻഡസ്ട്രിയോട് കുറച്ചുകൂടി ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എൻകറേജ്മെന്റുകൾ നടത്തുക, അല്ലെങ്കിൽ ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുക. അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർക്ക് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷനെ സംബന്ധിച്ചാണ് ഇവിടെ ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ മേജർ ഗ്ലോബൽ എക്കണോമിക് പാർട്ട്ണറാണ് ഓസ്ട്രേലിയ എന്നാണ് ഓഥർ കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ 2030 കൂടിയിട്ട് 3rd ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറാൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇന്ത്യയുടെ പ്രത്യേകിച്ച് അതുപോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിലേക്കും മറ്റുമൊക്കെയുള്ള ഇന്ത്യയുടെ ബിഡിനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്
ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും പരസ്പരം നാച്ചുറൽ പാർട്ട്നേഴ്സ് ആയിട്ടാണ് കാണുന്നതായിട്ടുള്ളത്. കോംപ്ലിമെന്ററി ആയിട്ടുള്ള എക്കണോമീസ് ആണ്, ഷെയർഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകളുള്ള രണ്ട് പ്രദേശങ്ങളാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആന്റണി ആൽബനീസ് അദ്ദേഹം ഈ ഒരു ഇന്ത്യയും ആയിട്ടുള്ള എക്കണോമിക് റിലേഷൻസിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, ട്രേഡ് മറ്റുമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു റോഡ് മാപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇന്ത്യയുടെ ഗ്രോത്തിൽ ഓസ്ട്രേലിയക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, രണ്ട് രാജ്യങ്ങൾക്കും എങ്ങനെയാണ് പരസ്പരം ഇതിൽ നിന്ന് ബെനിഫിറ്റ് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു റോഡ് മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള. ഓസ്ട്രേലിയയുടെ എക്സ്പോർട്ടുകൾ ഇന്ത്യയിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. അത് മറ്റ് രാജ്യങ്ങളിലേക്കുള്ളതിനേക്കാൾ കൂടുതൽ. സ്വാഭാവികമായിട്ടും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ആ ഒരു വർധനവാണ് ഇത് കാണിക്കുന്നത് എന്ന് പറയാൻ പറ്റും. പ്രധാനമായിട്ടും 4 സെക്ടേഴ്സിലാണ് രണ്ട് രാജ്യങ്ങൾക്കും സഹകരിക്കാൻ വേണ്ടി പറ്റുക. ഒന്ന് ക്ലീൻ എനർജിയാണ്, രണ്ടാമത്തത് വിദ്യാഭ്യാസമാണ്, മൂന്നാമത്തെ സ്കിൽ ഡെവലപ്മെന്റ്, വിദ്യാഭ്യാസം സ്കിൽ ഡെവലപ്മെന്റ്, മൂന്നാമത്തെ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ബിസിനസ്, നാലാമത്താണ് ടൂറിസം എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജി, ഡിഫൻസ്, റിസോഴ്സസ്, സ്പോർട്സ്, കൾച്ചർ, സ്പേസ്, ഹെൽത്ത് തുടങ്ങിയുള്ള പല മേഖലകളിലും രണ്ട് രാജ്യങ്ങൾക്കും സഹകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്ന് ഓർത്തുവെക്കുക. ഓസ്ട്രേലിയയിലാണെങ്കിൽ ക്രിട്ടിക്കൽ മിനറൽസിന്റെ വേസ്റ്റ് റിസോഴ്സ് ഉണ്ട്, ലിത്തിയം ആയിക്കോട്ടെ, കൊബാൾട്ട് ആയിക്കോട്ടെ. ഇത് ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടതൊക്കെ. ഈ ഒരു മേഖലയിലൊക്കെ ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും എന്നതാണ്. അതേപോലെ തന്നെ ഓസ്ട്രേലിയ ഏകദേശം 2 കോടിയോളം ഇന്ത്യക്കാരെ ആനുവലി ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനും സ്കിൽ ട്രെയിനിങ്ങും ഒക്കെ നടത്തി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യൻ ഡയാസ്പോറ, ഓസ്ട്രേലിയയിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യൻ ഓസ്ട്രേലിയൻ ഡയസ്പോറ എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിനെ ഒരു പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. അതുവഴി ആ ഒരു ബിസിനസ് ടൈസും അതുപോലെ തന്നെ കൾച്ചറൽ ടൈസും ഒക്കെ മെച്ചപ്പെടും എന്നും രണ്ട് രാജ്യങ്ങളിലുള്ള ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൈത്രി ഗ്രാൻഡ്സ് പ്രോഗ്രാം പോലുള്ള ഗ്രാൻഡുകളിൽ ഓസ്ട്രേലിയ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ ഈ ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യക്കാരുടെ ബന്ധം മെച്ചപ്പെടുത്താനും അവർക്ക് കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിക് ഡിസ്കഷൻസ് ഒരു കോംപ്രഹെൻസീവ് എക്കണോമിക് കോപ്പറേഷൻ എഗ്രിമെന്റിലേക്ക് എലിവേറ്റ് ചെയ്ത് ഒരു എക്കണോമിക് പാർട്ട്ണർഷിപ്പിലേക്കായിട്ട് മാറും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള, കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ടൈസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫ്യൂച്ചർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് രണ്ട് രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുമാണ് കരുതുന്നത് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ഇന്ത്യയുടെ ഇൻകം ടാക്സ് ബില്ല് 2025 വന്നിട്ടുണ്ട്. അതിൽ വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളെ, അതായത് ബിറ്റ്കോയിൻ പോലുള്ള വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളെ ഒരു ടാക്സബിൾ പ്രോപ്പർട്ടി ആക്കി മാറ്റി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇൻകം ടാക്സ് ബിൽ 2025, അതിലുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻകം ടാക്സ് ബില്ല് പ്രപ്പോസ് ചെയ്തതിൽ 2025 പ്രപ്പോസ് ചെയ്തതിൽ അതിൽ വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളെ, അതായത് നമ്മുടെ ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസീസ്, നോൺ ഫഞ്ചിബിൾ ടോക്കൺസ്, NFTs തുടങ്ങിയിട്ടുള്ളവയെ അവയെ വെർച്വൽ ഡിജിറ്റൽ അസറ്റുകൾ എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അസറ്റുകളെ പ്രോപ്പർട്ടി അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റുകളായിട്ടാണ് കരുതിയിട്ടുള്ളത് എന്ന് കൂടി ഓർത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള വെർച്വൽ ഡിജിറ്റൽ അസറ്റുകൾ VDAs എന്ന് വിളിക്കും. ഇവയുടെ വിൽക്കുക, ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന വഴി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അപ്ലിക്കബിൾ ആവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്സ്, ബോണ്ടുകൾക്കൊക്കെ ഉള്ളതുപോലെ തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ കറൻസികൾ അല്ലെങ്കിൽ ഈ ഒരു വെർച്വൽ ഡിജിറ്റൽ അസറ്റുകൾ മൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഫീസ് കിട്ടും. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം കമ്മീഷൻസ് പറ്റും. ഇതൊന്നും തന്നെ ടാക്സബിൾ ഇൻകം ആയിട്ട് നമുക്ക് ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ആയിട്ട് കരുതുകയാണ്, ആ ബിസിനസ്സിന് ഉണ്ടാകുന്ന കോസ്റ്റുകളുണ്ട്, ട്രാൻസാക്ഷൻ ഫീസ്, പ്ലാറ്റ്ഫോമിന്റെ കമ്മീഷൻസ്, അത് സാധാരണ നമ്മൾ നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറക്കും ഒരു ബിസിനസ്സിൽ. പക്ഷേ ഇവിടെ ഈ ഒരു VDAസുമായി ബന്ധപ്പെട്ട് അതങ്ങനെ കുറക്കാൻ പറ്റില്ല. അതായത് ഇവിടുത്തെ ടാക്സ് റീജിം കുറച്ചുകൂടി സ്ട്രിക്റ്റർ ആണ് എന്നുള്ള രീതിയിലാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്ലാറ്റ് 30% അതായത് ഏകദേശം 1 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് നടത്തിയിട്ടുള്ളതെങ്കിൽ 30,000 രൂപ, ഫ്ലാറ്റ് 30,000 രൂപ അതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റിന്റെ 30% VDA ടാക്സ് ആയിട്ട് കൊടുക്കണം. അതിന്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ UK-യിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ ടാക്സേഷൻ സിസ്റ്റം തന്നെയാണുള്ളത്. അതേപോലെ ഈ ഒരു 1% ടാക്സ് അത് സോഴ്സിൽ തന്നെ ഡിഡക്ട് ചെയ്യേണ്ടതായിട്ട് എല്ലാ VDA ട്രാൻസാക്ഷൻസിനും, വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളുടെ ട്രാൻസാക്ഷൻസിനും ഇത് ചെയ്യേണ്ടതായിട്ട്, ഇത് പിയർ ടു പിയർ ട്രേഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈവൻ പ്ലാറ്റ്ഫോം ത്രൂ ആയിക്കോട്ടെ, ഗവൺമെന്റുകൾക്ക് ഇത്തരത്തിലുള്ള ഹൈ വാല്യൂ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. കാരണം 1%, അതായത് 1 ലക്ഷം രൂപയാണെങ്കിൽ അതിന്റെ 1%, 1000 രൂപ
അവിടെ നിന്ന് തന്നെ ഡിഡക്ട് ചെയ്തിട്ട് അത് ഇൻകം ടാക്സിലേക്ക് നേരിട്ട് അടക്കണം ഇന്ന ആളുടെ പേരിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സിന് അറിയാം, ഓക്കെ ഇയാൾ 1,00,000 രൂപയുടെ ടാക്സ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, അതിന്റെ 1% അടച്ചിട്ടുണ്ട്, സോ ഇയാൾ റിട്ടേൺ കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചെറിയ ട്രേഡേഴ്സിനെ ഈ ഒരു TDS ൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. 50,000 രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ TDS ഒടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളെ കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഫയലിംഗിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇൻ കേസിൽ അവയെ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ആയിട്ടും മറ്റുമൊക്കെ കാണിക്കുകയാണെങ്കിൽ അതിന് ഹൈ ടാക്സ് കൂടുതൽ നികുതി കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ടാക്സ് അതോറിറ്റീസിനെ വിർച്വൽ ഡിജിറ്റൽ അസറ്റുകളെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് സീസ് ചെയ്യാൻ വേണ്ടി പറ്റും. സിമിലർ അവരുടെ ഫിസിക്കൽ അസറ്റുകൾ, വാഹനങ്ങൾ, വെഹിക്കിൾ, സ്വർണം തുടങ്ങിയവയൊക്കെ സീസ് ചെയ്യുന്നത് പോലെ തന്നെ വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളെയും സീസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള അസറ്റുകളെ സീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകൾ സഹായിക്കേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റിനെ. സോ ഈ ഒരു പ്ലാറ്റ്ഫോമുകളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊവിഷൻസും ഈ ഒരു ബില്ലിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോംസ് കൃത്യമായിട്ട് ട്രാൻസാക്ഷൻസിനെ വിവരങ്ങൾ ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടി ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ബില്ലിലൂടെ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു VDAസിനെ വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് നിലവിൽ ഗ്ലോബൽ പ്രാക്ടീസ് അങ്ങനെ തന്നെയാണ്. US ആയിക്കോട്ടെ, മറ്റ് UK ആയിക്കോട്ടെ, മറ്റ് രാജ്യങ്ങളായിക്കോട്ടെ അത്തരത്തിൽ കൃത്യമായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ അസറ്റുകളെ സെക്യൂരിറ്റീസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. UK-യിലാണെങ്കിൽ അതിനൊരു പ്രോപ്പർട്ടി ടാക്സ് പോലെയാണ് കണക്കാക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ളൊരു ഇൻകം ടാക്സ് ബില്ലിൽ ഉൾപ്പെടുത്തിയെങ്കിൽ പോലും ഇതിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു റെഗുലേറ്ററി ഫ്രെയിം വർക്ക് നമ്മുടെ രാജ്യത്ത് ഇല്ല. ഇൻവെസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോമുകളെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അവ അക്കൗണ്ടബിൾ ആക്കി മാറ്റുന്നതിനോ കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസ് നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നുള്ള ഒരു കൺസേൺ കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ, ഇന്ത്യ സിറ്റീസ് കോയലേഷൻ ഫോർ സെക്യുലാരിറ്റി എന്ന് പറയുന്ന C3 എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ചും ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നേരത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു സിറ്റീസ് കോയലേഷൻ ഫോർ സെക്യുലാരിറ്റി C3 എന്ന് പറയുന്നത്? സിറ്റീസ് കോയലേഷൻ ഫോർ സെക്യുലാരിറ്റി ആണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, സിറ്റീസ് കോയലേഷൻ ഫോർ സെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിനാഷണൽ അലയൻസ് ആണ്. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള അലയൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സിറ്റി ടു സിറ്റി കൊളാബറേഷന് വേണ്ടിയിട്ട്, നഗരങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും അർബൻ ഡെവലപ്മെന്റ്, നഗരം ഡെവലപ്മെന്റ്, അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ്, റിസോഴ്സ് എഫിഷ്യൻസി തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഈ സഹകരണം വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അതായത് ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് വർക്ക് ചെയ്യുക. പോളിസി മേക്കേഴ്സിന് വേണ്ടിയിട്ട്, ഇൻഡസ്ട്രി ലീഡേഴ്സിന് വേണ്ടിയിട്ട്, റിസർച്ചേഴ്സ്, ഡെവലപ്മെന്റ് പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് അർബൻ ഗ്രോത്ത്, ഏഷ്യ പസഫിക് റീജിയനിലുള്ള അർബൻ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓർത്തു വെക്കുക, ഇത് ഒരു നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു അലയൻസ് കൂടിയാണ് ഈ ഒരു സിറ്റീസ് കോയലേഷൻ ഫോർ സെക്യുലാരിറ്റി എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി 3R എന്ന് പറയുന്നത്, റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന് പറയുന്ന അപ്രോച്ചിനെ നേരത്തെ എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സർക്കുലർ എക്കണോമിക് പ്രിൻസിപ്പിൾസിനെ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സസ്റ്റൈനബിൾ ആയിട്ടുള്ള അർബൻ ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് C3യുടെ സ്ട്രക്ചർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ ഓപ്പറേഷണൽ ഫ്രെയിം വർക്ക് ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സിറ്റീസ് 2.0യുടെ ഭാഗമായിട്ട് ജയ്പൂരിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കണം. ഇത് പ്രകാരം 1800 കോടിയുടെ പ്രൊജക്റ്റുകളാണ് 18 സിറ്റികൾക്ക്, 14 സംസ്ഥാനങ്ങളിലായിട്ടുള്ള 18 സിറ്റികൾക്കാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുക, ഈ ഫണ്ടിങ് കിട്ടുക. മോഡൽ പ്രൊജക്റ്റുകൾ അർബൻ ഏരിയയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ഫണ്ടിങ് ആണെന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ഈ ഒരു റീജിയണൽ 3R, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ മെത്തേഡുകൾ, അതുപോലെ സർക്കുലർ എക്കണോമിക് ഫോറം 2009 തന്നെ സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി ഏഷ്യ പസഫിക് റീജിയനിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2013 മുതൽ 2023 വരെയുള്ള ഹാനോയ് 3R ഡിക്ലറേഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡിക്ലറേഷൻ ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അർബൻ ഡെവലപ്മെന്റ്, റിസോഴ്സ് എഫിഷ്യൻസി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തുടങ്ങിയുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഹാനോയ് 3R ഡിക്ലറേഷൻ എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ 6327 ഗാംഗറ്റിക് ഡോൾഫിൻസിനെ 4 സംസ്ഥാനങ്ങളിലായിട്ട് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. 4 സംസ്ഥാനങ്ങളായിട്ട് നടത്തിയിട്ടുള്ള സ്റ്റഡിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഗാംഗറ്റിക് ഡോൾഫിൻസിനെ കണ്ടെത്തി, ഗംഗാ നദിയിലുള്ള ഡോൾഫിൻസിനെ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ ഒരു സ്റ്റേറ്റുകൾ.
അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ഡോൾഫിൻ, രണ്ടാമത്തത് ബീഹാറാണ്, പിന്നെ വെസ്റ്റ് ബംഗാളാണ്, അടുത്തത് ആസാമിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഗാംഗറ്റിക് ഡോൾഫിന്റെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിട്ടുള്ളത് 6327 കണ്ടെത്തിയത് ഗംഗയുടെയും അതിന്റെ ട്രൈബ്യൂട്ടറിയിലേക്കും. അതിൽ 6324 ഗംഗാ നദിയിലും 3 ഇൻഡസ് റിവർ ഡോൾഫിൻസും ആണ് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്രത്യേകിച്ച് അക്കോസ്റ്റിക് ഹൈഡ്രോഫോൺസ് ഉപയോഗിച്ച് അണ്ടർ വാട്ടർ ഹൈഡ്രോഫോൺസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡോൾഫിന്റെ സൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അണ്ടർ വാട്ടർ ഹാബിറ്റാറ്റിലും മറ്റുമൊക്കെയുള്ള ഇതായതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായിട്ട് പോയിട്ട് എണ്ണുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് ഡിറ്റക്ട് ചെയ്തുകൊണ്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ലാൻഡ് അനിമൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്യാമറ ഒക്കെ വെച്ചിട്ട് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ എക്കോലൊക്കേഷൻ ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റിസർച്ചേഴ്സ് ബോട്ട്സും ഹൈഡ്രോഫോൺസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ഥലങ്ങളിലൂടെ പോയിട്ട് സൗണ്ടുകൾ ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമ്പർ കൗണ്ട് ചെയ്തിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ഗംഗാ നദിയും അതിന്റെ ഉപനദികളിലുമായിട്ട് 3275 കണ്ടെത്തിയിട്ടുള്ളത്. ബ്രഹ്മപുത്രയിൽ 584 ബിയാസിൽ 101 കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ ഒരു ഗാംഗറ്റിക് ഡോൾഫിൻസിന്റെ പോപ്പുലേഷൻ ഒരു ത്രട്ടനിങ്ങിലാണ്, പ്രത്യേകിച്ച് ഫിഷിംഗ് നെറ്റിലൊക്കെ കുടുങ്ങിയിട്ടാണ് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് പൊല്യൂഷൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ്, പിന്നെ ബീഹാറിലും, പിന്നെ വെസ്റ്റ് ബംഗാളിലും, പിന്നെ ആസാമിലുമാണ് ഗാംഗറ്റിക് ഡോൾഫിൻസിനെ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് താഴോട്ട് പോയി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ജാനുവരിയിൽ 57.7 ഉണ്ടായിരുന്നു, അത് ഫെബ്രുവരിയിൽ 56.3. അതായത് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എക്കണോമിയിലെ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചുള്ള ഒരു സർവേ ആണ്, പ്രൈവറ്റ് സർവേ ആണ് നടത്തുന്നതായിട്ടുള്ളത്. അപ്പോൾ HSBC നടത്തിയിട്ടുള്ള PMI ഡാറ്റയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഡാറ്റ പ്രകാരം എക്കണോമിക് ആക്ടിവിറ്റീസ് വീക്കൻ ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി ആണ് ഫെബ്രുവരിയിൽ ജാനുവരിയിലെ കമ്പയർ ചെയ്യുമ്പോൾ കുറയുകയാണ് എന്നുള്ളതാണ് HSBCയുടെ മാനുഫാക്ചറിംഗ് PMIയിൽ കാണിക്കുന്നത്. പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു സർവേ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. 50 മുകളിലാണെങ്കിൽ ഗ്രോത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, 50 താഴെയാണെങ്കിൽ അത് ഗ്രോത്ത് അല്ല, അതിന് റിവേഴ്സ് ആയിട്ട് താഴോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മാനുഫാക്ചറിംഗ് ഗ്രോത്ത് എന്ന് പറയുന്നത് സെയിൽസും ഔട്ട്പുട്ടും ഒക്കെ 14 മാസത്തെ ഏറ്റവും കുറവ് അളവിലാണ് എന്നുള്ളതും HSBCയുടെ ഡാറ്റയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ഗ്രോത്ത് കുറവാണെന്നെങ്കിൽ പോലും ഗ്ലോബൽ ഡിമാൻഡ് ഇന്ത്യൻ മാനുഫാക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് സർവേയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മാനുഫാക്ചേഴ്സ് അവരുടെ പർച്ചേസിംഗ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിസിനസ് എക്സ്പെക്ടേഷൻ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഈ സർവേയിൽ പങ്കെടുത്തുള്ള 1/3 ആൾക്കാരും ഈ ഒരു അടുത്ത വർഷം ഹയർ ഔട്ട്പുട്ട് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സ്പോർട്ട് ഓർഡേഴ്സുകൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും ഗ്ലോബൽ ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ഈ ഒരു സർവേയിൽ ഔട്ട്കം വന്നിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു മാസം കുറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല, വരും മാസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഓർത്ത് വെക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ചേഴ്സ് ബോസ് മെറ്റലിനെ കണ്ടെത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ ബോസ് മെറ്റൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു കൂപ്പർ പെയേഴ്സ്, എന്താണ് ബോസ് മെറ്റൽ, എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള കുറച്ച് സയന്റിഫിക് ടേംസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യം ഈ മെറ്റൽസിനെ നമുക്കറിയാം, അതിൽ ഇലക്ട്രോൺസ് ഉണ്ട്, ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, അതുകൊണ്ട് തന്നെ അവ കണ്ടക്റ്റീവ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. കടത്തിവിടും, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും, അല്ലെങ്കിൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഹീറ്റിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി പറയും, ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി എന്ന് പറയും. അപ്പോൾ ഇതിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, സാധാരണ ഒരു മെറ്റലിലൂടെ പോകുമ്പോൾ അതിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് ഇത് ഹീറ്റ് ആവും, ചൂടാവുന്നത് വഴി കുറച്ച് ലോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പുറത്തുനിന്ന് കൊടുക്കുന്ന കറണ്ട് അപ്പുറത്ത് കിട്ടണം എന്നില്ല, അതിൽ കുറച്ച് ലോസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ആവുകയും ചെയ്യും എന്നുകൂടി ഓർത്ത് വെക്കുന്നത് തന്നെയാണ്. ഉദാഹരണത്തിന് ഏകദേശം മെറ്റൽസിന്റെ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി പറഞ്ഞാൽ ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഉദാഹരണത്തിന് 20°C ടെമ്പറേച്ചറിലാണെങ്കിൽ സിങ്കിന്റെ കണ്ടക്ടിവിറ്റി 16.9 മില്യൺ സീമെൻസ് പെർ മീറ്റർ ആണ്. അതേ സമയത്ത് അത് -272°C തണുപ്പിക്കുകയാണെങ്കിൽ സിങ്കിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയി മാറും. അതായത് അതൊരു സൂപ്പർ കണ്ടക്ടർ ആയി, ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസോ ഹീറ്റിങ്ങോ ഒന്നും ഇല്ലാതെ ഇലക്ട്രിസിറ്റി കടന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ലോ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ ഹൈ ആവുന്നത് ഒരു പ്രത്യേക പ്രതിഭാസം ഉണ്ടാവുന്നതാണ്. ഇലക്ട്രോൺസ് പെയറപ്പ് ചെയ്യുകയും അതൊരു ഡിഫറെന്റ് മെറ്റീരിയലിനെ പോലെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു ഇലക്ട്രോൺ ബിഹേവിയറിന് റൂം ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺസ്, ഇപ്പോൾ സിങ്കിലെ ഇലക്ട്രോൺസിനെയാണ് നോക്കുന്നതെങ്കിൽ അത് ഫ്രീലി ഗ്രിഡ് വൈബ്രേഷൻസും അല്ലെങ്കിൽ അതിലെ ഇമ്പ്യൂരിറ്റീസ്, അതിലെ പ്രോട്ടോണിന്റെ ഫോഴ്സ് തുടങ്ങിയിട്ടുള്ളവയെ സ്വാധീനിച്ചുകൊണ്ടാണ് ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യുന്നതായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മെറ്റീരിയലിനെ കൂൾ ചെയ്യുന്ന സമയത്ത് അതിൽ ഈ ഒരു ഫോഴ്സുകൾ
എല്ലാം വീക്കൻ ചെയ്യപ്പെടുകയും അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ എത്തുന്ന സമയത്ത് അത് കൂപ്പർ പെയറുകളായി മാറുകയും ഇലക്ട്രോണുകൾ പെയറായി മാറുകയും കൂപ്പർ പെയറുകളായി മാറുകയും ചെയ്യുന്നതാണ്. ഈ ഒരു കൂപ്പർ പെയർ എന്ന് പറയുന്നത് നേരത്തെ ആ മെറ്റീരിയൽ ഉണ്ടായിരുന്ന പാർട്ടിക്കിൾസിന്റെ ബിഹേവിയറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു മെറ്റീരിയലിനെ സൂപ്പർ കണ്ടക്റ്റീവായി മാറാൻ വേണ്ടി ശ്രമിക്കും. അതായത് ഇൻഫിനിറ്റ് കണ്ടക്ടിവിറ്റി ഉള്ള രീതിയിലേക്ക് മാറാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സിങ്കിനെ നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് ആക്കാൻ വേണ്ടി പറ്റും ഒരു വലിയ ലോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോയാൽ മാത്രം മതി. അപ്പൊ ഈ ഒരു കൂപ്പർ പെയേഴ്സ് വളരെ ലോ ടെമ്പറേച്ചറിലാണ് നോർമലി നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ മെറ്റീരിയൽസും ഈ ലോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂപ്പർ പെയർ ഫോം ചെയ്ത് അത് സൂപ്പർ കണ്ടക്റ്റീവ് ആവണം എന്നില്ല എന്ന് കൂടി ഓർത്ത് വെക്കണം. തന്നെ അവര് കണ്ടക്ടർ ആയിരിക്കും, പക്ഷെ ഒരു സൂപ്പർ കണ്ടക്റ്റീവ് ലെവലിലേക്ക് പോകണം എന്നില്ല. എന്നാൽ ചില മെറ്റീരിയൽസ് പോകും. അതിനെയാണ് നമുക്ക് ബോസ് മെറ്റൽസ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അതായത് ബോസ് മെറ്റീരിയൽസ് പോകും. ഇത്തരത്തിലുള്ള ചില മെറ്റാലിക് സ്റ്റേറ്റിലുണ്ട്. അതായത് ഈ ഒരു ടെമ്പറേച്ചർ കുറക്കുമ്പോഴും അത് സൂപ്പർ കണ്ടക്റ്റീവ് ആവാത്ത മെറ്റീരിയൽസിനെയാണ് ബോസ് മെറ്റൽസ് എന്ന രീതിയിൽ വിളിക്കുന്നതായിട്ടുള്ളത്. അതായത് സാധാരണ സൂപ്പർ ടെമ്പറേച്ചർ കുറച്ച് വരുമ്പോൾ അത് സൂപ്പർ കണ്ടക്റ്റീവ് ആയിട്ട് വരും. പക്ഷെ ചില മെറ്റീരിയൽസ് ആവില്ല. അത്തരം മെറ്റൽസിനെയാണ് ബോസ് മെറ്റൽസ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു ബോസ് മെറ്റൽസിനെ തിയറിയിലേക്കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അത്തരത്തിലുള്ള ഒരു മെറ്റൽസിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ റീസെന്റ് ആയിട്ട് നിയോബിയം ഡിസെലനൈഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽസിനെ ബോസ് മെറ്റൽ ആയിട്ട് പോലെ ആക്ട് ചെയ്യാൻ പറ്റും എന്നാണ് റീസെന്റ് ആയിട്ടുള്ള ഒരു കണ്ടെത്തൽ വന്നിട്ടുള്ളത്. അതായത് ഇത് സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിനെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ NbSe2നെ അതായത് നിയോബിയം ഡിസെലനൈഡിനെ വളരെയധികം തിൻ ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിനെ സസ്പെക്ട് ചെയ്യുമ്പോൾ സമയത്ത് അത് ബോസ് മെറ്റലിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോപ്പർ പെയർ ബിഹേവിയറിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് സൂപ്പർ കണ്ടക്ടറിനെ ഡിസപ്റ്റ് ചെയ്തിട്ട് അതൊരു നോർമൽ കണ്ടക്ടർ പോലെ ബിഹേവ് ചെയ്യുന്നു അറ്റ് ലോ ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഈ ഒരു ബോസ് മെറ്റൽ എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി, എന്താണ് ഈ ഒരു കൂപ്പർ പെയേഴ്സ് എന്നുള്ള വാക്കുകൾ ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആ ഒരു വാക്കുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് നാസ അവരുടെ സ്പിയറെക്സ് എന്ന് പറയുന്ന ഒരു മിഷൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ബിഗ് ബാങ്ങിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് കൂടി ഓർത്തു വെക്കുക. നാസ അവരുടെ സ്പിയറെക്സ് സ്പേസ് ടെലിസ്കോപ്പ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ നിന്നാണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഈ സ്പിയറെക്സിന്റെ ഫുൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഫോർ ഹിസ്റ്ററി ഓഫ് ദി യൂണിവേഴ്സ് എപ്പോക്ക് ഓഫ് റീ അയണൈസേഷൻ ആൻഡ് ഐസസ് എക്സ്പ്ലോറർ എന്നുള്ളതാണ് ഇതിന്റെ പേരുള്ളത്. അപ്പോൾ ഏകദേശം 450ഓളം ഗാലക്സികളെ മാപ്പ് ചെയ്യാനും 100 മില്യൺ സ്റ്റാർസിനെ മിൽക്കി വേസിലെ സ്റ്റാർസിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ സ്പിയറെക്സിന് പറ്റും എന്നുള്ളതാണ്. അതിനുശേഷം ഇത് യൂണിവേഴ്സിന്റെ 3D മാപ്പ് 102 കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കും എന്നതാണ്. അതിൽ നിന്നും നമുക്ക് മിൽക്കി വേയിലെ വെള്ളത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ യൂണിവേഴ്സിന്റെ ഒറിജിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പിയറെക്സ് അതുപോലെ കോസ്മിക് ഇൻഫ്ലേഷനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് ബിഗ് ബാങ്ങിന് ശേഷം വളരെ പെട്ടെന്ന് എങ്ങനെയാണ് പ്രപഞ്ചം വലുതായി രൂപപ്പെട്ടത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനും സഹായിക്കുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഗാലക്സികളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗാലക്സീസിന്റെ ഒരു മാപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടും കോസ്മിക് ഇൻഫ്ലേഷനെ സംബന്ധിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബിഗ് ബാങ്ങിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പിയറെക്സ് മിഷന് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗാലക്സികൾ തമ്മിലുള്ള സ്പേസിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ഇത് ശ്രമിക്കും. അതുവഴി ഏർലി യൂണിവേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാനും ഇത് സഹായിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഈ ഒരു സ്പിയറെക്സിന്റെ കൂടെ തന്നെ നാസയുടെ പഞ്ച് എന്ന് പറയുന്ന മിഷനും ലോഞ്ച് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ച് മിഷൻ സണ്ണിന്റെ കൊറോണയെക്കുറിച്ചും സൂര്യന്റെ കൊറോണയെക്കുറിച്ചും സോളാർ വിൻഡുകളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്, സൂര്യന്റെ ഔട്ടർ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു മിഷനാണ് പഞ്ച് മിഷൻ എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ജാമിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് സ്റ്റുഡൻസിനാണ്. അവരെ പ്രൊട്ടസ്റ്റ് ചെയ്തു, അതായത് മുൻകൂർ അനുമതിയില്ലാതെ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ അവർ നടത്തുന്ന പ്രതിഷേധമാണ് ഫ്രീ സ്പീച്ച് അണ്ടർ ത്രെട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഫ്രീ സ്പീച്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഇഷ്യൂസ് അവർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജാമിയ മിസ്ലിയ യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു വിഷയം നടന്നിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ഉക്രൈൻ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ട്രംപും അതുപോലെ തന്നെ ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയും ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചർച്ചകൾ നന്നായിട്ട് പോയില്ല. അവർ തമ്മിലുള്ള ചർച്ചകൾ വളരെ മോശം സാഹചര്യത്തിലേക്ക് പോയി. സെലൻസ്കിയും ട്രംപും തമ്മിൽ
അടിച്ചു പിരിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും സെലൻസ്കി അദ്ദേഹത്തെ ഹ്യൂമിലിയേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള രീതിയിലേക്ക് പോവാണ്. അമേരിക്ക ഉക്രൈനിന്റെ സപ്പോർട്ട് പിൻവലിക്കുകയാണ് എന്ന രീതിയിലേക്കൊക്കെയാണ് വാർത്തകൾ പോകുന്നത് എന്നും കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത, നമ്മുടെ രാജ്യത്തിന്റെ Q3 GDP ഗ്രോത്തിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രൈവറ്റ് സെക്ടറിന്റെയും അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിന്റെയും ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു Q3 ബന്ധപ്പെട്ട ഡാറ്റയാണ് അനലൈസ് ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മളിത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.